കുട്ടികൾക്ക് വേണ്ടി ഇന്ന് അടിപൊളി ഒരു ഐറ്റം നോക്കിയാലോ. ഇത് കണ്ടോ, ആട്ടപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനാവശ്യമായ സാധനം ആട്ട, അതുപോലെ തന്നെ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് സോയാ ബോൾ. നാനോ സോയാ ബോളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. സോയാ ബോൾ കുതിർത്തിയെടുക്കാം. ഇനി ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവിൻ്റെ ആ ഒരു വിധത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി കുഴച്ച് വെച്ച മാവ് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അങ്ങനെ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് മുഴുവൻ നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അതിലിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കുതിർത്തിയ സോയാ ബോൾസൊക്കെ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യമായ പച്ചക്കറികളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം അതൊക്കെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ നെയ്യാണ് ഇതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നത്. നെയ്യാണ്. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നെയ്യ് ചേർത്ത് കൊടുത്താൽ അത് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ്. നെയ്യിൽ ഇതൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും. ഇനി നെയ്യ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന സോയാ ബോളും സവാളയും തക്കാളിയും ഇവയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചച്ചോവ മാറിയതിന് ശേഷം മാത്രമേ ഇത് ഇടാവുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഉപ്പിടേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇതിൽ വെള്ളം വയ്ക്കണം. തക്കാളിയുടെയും സവാളയൊക്കെ നല്ലോണം വഴഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയുള്ളൂ. നല്ലോണം ഇങ്ങനെ ഇരുന്ന് എണ്ണയിൽ തന്നെ വറ്റി വരുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. ആ നെയ്യിൻ്റെ മണവും ഒക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട്. ആ നെയ്യിൽ വറുത്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുക. അതുകൊണ്ട് ചെയ്യുന്ന നെയ്യിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇത് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് വഴറ്റി തക്കാളിയും ഇതൊന്നും ഒത്തിരി വഴന്നുകൊണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ ആയാലും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിക്കാതെ വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവാണ്. അന്നേരം നമുക്ക് ആ ബോളൊക്കെ നല്ലോണം വെന്ത് കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ല
നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഉരുളകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിലിരുന്നാണ് വേവുന്നത്. അന്നേരം നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ തിളച്ചതിലേക്ക് ഇടുന്നതുകൊണ്ട് തന്നെ ഇതൊന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഒക്കെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. എല്ലാ ബോളും ഇട്ട് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞ് ഇനി വേണമെങ്കിൽ തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെള്ളം മുഴുവൻ വറ്റി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഇതാ അടിപൊളി സോയാ ബോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ. ഇവിടെ മക്കൾക്ക് ഗ്രേവിയോട് കൂടിയ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് ഗ്രേവിയോടെ വെച്ചത്. അല്ലെങ്കിൽ ഗ്രേവി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കാവുമേ. അപ്പോൾ നല്ല ടേസ്റ്റ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് ചൂടാറുമ്പോഴത്തേക്കും നല്ല പാകത്തിനാവും. ഇതിൻ്റെ ചൂടൊക്കെ ഇതാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിയാവും. അതുപോലെ തന്നെ കഴിക്കാം. ഇത് ഹെൽത്തിയായ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായവും പറയണേ. താങ്ക് യു.